എന്തുകൊണ്ടാണ് ഈ ചുട്ടരികൾ കേൾക്കുമ്പോൾ നമുക്കൊന്നും തോന്നാത്തത്? നമ്മളത് അങ്ങനെയൊന്നും ആഴത്തിന് ആലോചിക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ പ്രശ്നം. ഇപ്പോ ഫിറഔനിന്റെ വീട്ടിലുള്ള വേലക്കാരിയെ പറ്റിയിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ചരിത്രം കേട്ടപ്പോ നമുക്കൊന്നും തോന്നിയിട്ടില്ല അല്ലെ? ഫിറഔനിന്റെ വീട്ടിലത്തെ വേലക്കാരിയുടെ ചരിത്രം നമുക്കറിയാലോ. എന്താ ചരിത്രം? മുടി വാങ്ങിച്ചു കൊടുക്കുകയാണ് മോൾക്ക് അല്ലെ, നിലത്ത് വീണപ്പോ ബിസ്മില്ല എന്ന് പറഞ്ഞിട്ടെടുത്തു. അവളുടെ ചോദ്യമാണ് എന്ത്, നീ എന്റെ വാപ്പയുടെ പേരിലല്ലേ അത് എടുത്തത്? അല്ല, എന്റെയും നിന്റെയും നിന്റെ വാപ്പയുടെയും റബ്ബിന്റെ പേരിലാണ് ഞാൻ എടുത്തത്. വെറുതെ വിട്ടോ? വിട്ടില്ലല്ലോ. വിളിച്ചു വരുത്തിയില്ലേ? മക്കളെ ഓരോരുത്തരായിട്ട് ചുട്ടരിച്ചില്ലേ? നമ്മളിങ്ങനെ പറയും, നമ്മൾ ലാഘവത്തിൽ കേൾക്കാറുണ്ട്. എന്നാൽ നമ്മുടെ മക്കളെ ചുട്ടരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങളുടെ ചിന്ത ഒന്ന് കൊണ്ടുപോകൂ. നമ്മുടെ മക്കളെ നമ്മളിങ്ങനെ ചുട്ടരിക്കാൻ പോയിട്ട് ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു ഇരുട്ടത്ത് നമ്മൾ വിടും? ഇല്ല. വളരെ വെളിച്ചത്തിൽ, ഇപ്പൊ വൈകുന്നേരം നല്ല വെളിച്ചല്ലേ, വലിയ കുട്ടിയാണ്, ഓനെ വീട്ടിലേക്ക് ഇവിടുന്ന് അങ്ങ് വിടട്ടെ എന്ന് ചോദിക്കുമ്പോ ഉമ്മ പറയും വേണ്ട വിടണ്ട, വാപ്പാനെ അയക്കാം, ആരെങ്കിലും അയക്കാം. എന്താ എന്റെ മോൾ എന്തെങ്കിലും ആവോ? വാപ്പയുടെയും ഉമ്മയുടെയും മുന്നിൽ ചുട്ടരിക്കുന്ന അവസ്ഥ അല്ലെ? നമ്മുടെ മക്കളെ ചുട്ടരിക്കുന്ന നമുക്ക് ചിന്തിക്കാനുണ്ടോ? ഇല്ല. എന്നിട്ടും നമ്മൾ മാഷിത്തെ പറ്റി പറയുമ്പോൾ നമുക്കൊന്നും തോന്നാത്തത് നമ്മൾ ആഴത്തിൽ ചിന്തിക്കാത്തത് കൊണ്ടാണ്. ഓരോ മക്കളെയും ഫിറഔൻ എന്ന് പറയുന്ന അഹങ്കാരി ചുട്ടരിച്ചു. അവസാനം പിഞ്ചു കുഞ്ഞ് അല്ലെ, ചരിത്രത്തിൽ കാണാം, മുലയൂട്ടുന്ന കുഞ്ഞ് ഒന്നൊന്ന് ചെരിഞ്ഞു വീണു പോയാൽ അല്ലെ, എടുക്കുമ്പോ ഒന്ന് കഴുത്ത് ചെരിഞ്ഞു പോയാൽ പെടയുന്നവരല്ലേ നമ്മള്. ആ കുഞ്ഞിനെയും ചുട്ടരിക്കാൻ ഫിറഔൻ കൊണ്ടുപോയപ്പോ പതറി. അള്ളാഹു ആ പിഞ്ചു കുഞ്ഞിനെ സംസാരിപ്പിച്ചു, ഉമ്മ നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ ബേജാറാകണ്ട, പടച്ചോൻ കൈവിടൂല, ഉറച്ചു നിന്നു. ബാക്കിയുള്ള മക്കളൊന്നും ചുട്ടരിച്ചപ്പോ അള്ളാഹുവിനോടുള്ള ആ ഈമാൻ, വിശ്വാസം അതറിയിട്ടില്ല. ജീവിതത്തിന്റെ ഏത് മേഖലയിൽ ആ ചുട്ടരിക്കലിനെ പറ്റി നമ്മൾ ചിന്തിച്ചുവോ? ഇല്ല. അദാബൽ ഹരീഖ്, ചുട്ടരിക്കും പടച്ചോൻ. അത് ഫിറഔൻ ചുട്ടരിച്ച പോലെ ഒന്നും ആയിരിക്കൂല. വലാകിന്ന അദാബല്ലാഹി ശദീദ്, അള്ളാഹുവിന്റെ ശിക്ഷ അത് കഠിനമാണ്. നമ്മൾ ചുട്ടരിയുന്ന ഒരവസ്ഥ ആലോചിക്കുകയും ചിന്തിക്കാനും നമ്മളെ കൊണ്ട് കഴിയണം.